ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളെ വിട്ടുപോയ, അതായത് മരണപ്പെട്ടു പോയ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ആരെ പറ്റിയാണ് അറിയാനുള്ളത്? നിങ്ങളെ വേർപെട്ടു പോയ ഏത് എനർജിയെ പറ്റിയാണ് നിങ്ങൾക്ക് അറിയാനുള്ളത്? ഏത് ആത്മാവിനെ പറ്റിയാണ് അറിയാനുള്ളത്? അത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഈ റീഡിങ് നിങ്ങൾ ഏത് എനർജിയാണോ, ഏത് ആത്മാവാണോ നിങ്ങളോട് സംസാരിക്കാൻ ഇപ്പോൾ ഈ റീഡിങ്ങിലൂടെ ആഗ്രഹിക്കുന്നത്, അതൊരു ചാനലിൻ്റെ മെസ്സേജായിട്ട് കണ്ടുകൊണ്ട് നിങ്ങളത് കേൾക്കുക. ഓക്കെ. നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ആ പ്രിയപ്പെട്ട വ്യക്തി ഇപ്പോൾ എവിടെയാണ്? ഓക്കെ, അതിനായിട്ട് നമുക്ക് എടുക്കാൻ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവർ ഏത് ലോകത്താണെങ്കിലും അവിടെ ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന നിങ്ങളെ വേർപെട്ടു പോയ ആ പ്രിയപ്പെട്ട വ്യക്തി ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? അതായത് നമുക്ക് കാണാൻ പറ്റുന്ന അവസ്ഥയിലില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. ഈ കാർഡ് കാണിക്കുന്നത് ആ വ്യക്തി അവരുടെ ഭൂമിയിലെ കഠിനമായ ജീവിതചക്രം, ടഫ് സൈക്കിൾ പൂർണ്ണമായി അവസാനിപ്പിച്ചു എന്നാണ്. അതായത് കെട്ടുപാടുകളെല്ലാം അവസാനിപ്പിച്ചു. കാപ്രിക്കോൺ എന്ന് പറയുന്നത് മകരം രാശിയാണ്. അത് കഠിനാധ്വാനത്തിന്റെയും വലിയ ഉത്തരവാദിത്തങ്ങളുടെയും രാശിയാണ്. അതുകൊണ്ട് അവർ ഭൂമിയിൽ അനുഭവിച്ചിരുന്ന എല്ലാ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളിൽ നിന്നും കടമകളിൽ നിന്നും പൂർണ്ണമായി അവർ ഇപ്പോൾ വിടുതൽ നേടിയിരിക്കുന്നു. അത് മരണത്തോടുകൂടി അങ്ങോട്ട് നേടുന്ന ഒന്നല്ല, അവസാനിപ്പിച്ച് അല്ലെങ്കിൽ ബാക്കി നിർത്തിയിട്ട് പോയ, പൂർണ്ണമാക്കാൻ സാധിക്കാതെ പോയ പല കാര്യങ്ങളും ഇപ്പോൾ അവർക്ക് പൂർണ്ണതയിലേക്ക് എത്തി ആ കെട്ടുപാടുകളിൽ നിന്ന് അവർ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അവരിപ്പോൾ ഉള്ളത് യാതൊരുവിധ ഭയങ്ങളും ഉത്തരവാദിത്വങ്ങളും ഇല്ലാത്ത തികച്ചും സ്വതന്ത്രമായ ഒരു ഉന്നത ആത്മീയ തലത്തിലാണ് അവർ ഇപ്പോൾ ഉള്ളത്. എല്ലാ കഠിനമായ ഘട്ടങ്ങളും കടന്ന് അവർ ശാന്തിയുടെ തീരത്ത് എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് ഈ കാർഡ് ഉറപ്പായിട്ട് പറയുന്നത്. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അത് നമ്മൾ ചോദിച്ചപ്പോൾ നമുക്ക് ലഭിച്ച കാർഡ് ന്യൂ മൂൺ ഇൻ കാപ്രിക്കോൺ. ഇത് ഫുൾ മൂൺ ഇൻ കാപ്രിക്കോൺ ആണ്, ഇത് ന്യൂ മൂൺ ഇൻ കാപ്രിക്കോൺ ആണ്. ഇത് പറയുന്നത് അതിൽ തന്നെ ഒരു സിൻക്രോണിസിറ്റി ഫീൽ ചെയ്യുന്നില്ലേ? ഇത് പറയുന്നത് യുവർ ഹാർഡ് വർക്ക് ഈസ് പേയിങ് ഓഫ് എന്നാണ്. അതായത് നമ്മൾ ഇവിടെ ആദ്യത്തെ കാർഡിൽ കഠിനമായ ഘട്ടം അവസാനിച്ചു എന്ന് കണ്ടുവെങ്കിൽ, രണ്ടാമത്തെ കാർഡ് കാണിക്കുന്നത് അവർ ഇപ്പോൾ ഒരു പുതിയതും മനോഹരവുമായ ഒരു തുടക്കത്തിലാണ് എന്നാണ്. ന്യൂ മൂൺ എനർജിയിലാണ്. യുവർ ഹാർഡ് വർക്ക് ഈസ് പേയിങ് ഓഫ് എന്ന സന്ദേശം സൂചിപ്പിക്കുന്നത് അവർ ഭൂമിയിൽ ചെയ്ത നല്ല കാര്യങ്ങളുടെയും പുണ്യങ്ങളുടെയും ഫലം ഇപ്പോൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അവർ അവിടെ വളരെ സന്തുഷ്ടയോ ഒക്കെയാണ്. അവരുടെ ആത്മാവ് പുതിയൊരു ചൈതന്യത്തോടെയും സംതൃപ്തിയോടെയും കൂടിയാണ് അവിടെ നിലകൊള്ളുന്നത്. യാതൊരുവിധ കുറവുകളും ഇല്ലാത്തൊരവസ്ഥയിലാണ് അവരിപ്പോൾ ഉള്ളത്. നമ്മൾ അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് സ്പെസിഫിക് ആയിട്ട്, അതായത് അവരെവിടെയാണ് ഉള്ളതെങ്കിലും സുഖമായിട്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചല്ലോ. അതിന് കിട്ടിയ കാർഡ് ന്യൂ മൂൺ ഇൻ സ്കോർപിയോ എന്നാണ്. അതായത് അതിൽ നൽകിയിരിക്കുന്ന മെസ്സേജ് വർക്ക് ത്രൂ യുവർ ഫിയേഴ്സ് എന്ന ഒരു മെസ്സേജാണ്. അതായത് തീർച്ചയായിട്ടും അവർ അവിടെ അതീവ സുഖമായിട്ടിരിക്കുകയാണ്. സ്കോർപിയോ എന്ന് പറഞ്ഞാൽ വൃശ്ചികൻ രാശിയാണ്. പുനർജന്മത്തിന്റെയും പരിവർത്തനത്തിന്റെയും ഒക്കെ ആഴത്തിലുള്ള ആത്മീയ ഊർജത്തിന്റെയും ഒക്കെ പ്രതീകമാണ് ഈ സ്കോർപിയോ. ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന ഫിനിക്സ് പക്ഷിയെ പോലെയുള്ള സുഖകരമായ ഒരു അവസ്ഥയിലാണ് അവർ അവിടെ ഉള്ളത്. ഈ കാർഡിലൂടെ അവർ നിങ്ങളോട് ഒരു കാര്യം പറയുന്നുണ്ട്. അവരുടെ ഒരു ചാനലിന്റെ മെസ്സേജായിട്ട് ഞാൻ പറയാം, ഞാൻ ഇവിടെ എല്ലാ ഭയങ്ങളും വേദനകളും മാറി പൂർണ്ണ സുഖമായിരിക്കുന്നു. അതുകൊണ്ട് എന്നെ ഓർത്ത് നീ ഇനി ഭയപ്പെടുകയോ വിഷമിക്കുകയോ വേണ്ട. നിന്റെ മനസ്സിലുള്ള സങ്കടങ്ങളും ആശങ്കകളും നീ മാറ്റിവെക്കണം. നിന്റെ ഭയങ്ങളിലൂടെ അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളെ വിട്ടുപോയ ആ പ്രിയപ്പെട്ട വ്യക്തി ഭൂമിയിലെ കഷ്ടപ്പാടുകളെല്ലാം കെട്ടുപാടുകളെല്ലാം അവസാനിപ്പിച്ച് താൻ ചെയ്ത നല്ല കാര്യങ്ങളുടെ പുണ്യഫലം അനുഭവിച്ച് യാതൊരു ഭയവുമില്ലാതെ പ്രകാശപൂർണമായ ഒരു ലോകത്ത് അതീവ സുഖമായിട്ടിരിക്കുകയാണ്. അതാണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ. അവർക്ക്
നിങ്ങളോട് പറയാൻ പറ്റാതെ പോയ എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ലെങ്കിൽ എന്താണ് അവർക്ക് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നത്? പ്രോസ്പെരിറ്റി ലൈസ് എഹെഡ്. ഈ ടോറസ് കാർഡ്, അതായത് ഇടവൻ രാശി എന്ന് പറയുന്നത് ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു രാശിയാണ്. അപ്പൊ ഭൂമിയിൽ വെച്ച് അവർക്ക് നിങ്ങളോട് പറയണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്നത് സൂചിപ്പിക്കാനാണ് ഇത് വരുന്നത്. ഇതൊരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ എന്തോ ഒരു കാര്യം. ജീവിച്ചിരുന്ന സമയത്ത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ അല്ലെങ്കിൽ കുടുംബത്തിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ചോ അവർക്ക് വലിയ ഉത്കണ്ഠയുണ്ടായിരുന്നു. ഒരുപക്ഷെ നിങ്ങളെ സാമ്പത്തികമായി കൂടുതൽ സുരക്ഷിതമാക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അത് പൂർണ്ണമായി പ്രകടിപ്പിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അവർ പറയുന്നത് ഒരു സമ്പന്നത നിങ്ങളിലേക്ക് വരുന്നുണ്ട്, നല്ലൊരു കാലം നിങ്ങൾക്ക് മുന്നിലുണ്ട്, സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട നല്ലൊരു കാലം മുന്നിലുണ്ട് എന്നാണ് അവർ ഉറപ്പു നൽകുന്നത്. അതുപോലെ സെൽഫ് വെർത്തിനെ പറ്റി, നിങ്ങളുടെ മൂല്യത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവർ പറയുന്നുണ്ട്. അതായത് സ്വയം വിലമതിക്കാൻ വേണ്ടി പറയുന്നു. വാല്യൂ യുവർ സെൽഫ് എന്നാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ കുറച്ചു കാണുന്നതോ മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം സന്തോഷം മാറ്റിവെക്കുന്നതോ അവർ കാണുന്നുണ്ട്. പക്ഷെ അത് അവർക്ക് ഇഷ്ടമല്ല. അന്നും അവർക്കത് ഇഷ്ടമല്ലായിരുന്നു. നീ നിന്റെ മൂല്യം തിരിച്ചറിയണം, നീ ആരാണെന്ന് തിരിച്ചറിയണം, നിന്നെ മറ്റുള്ളവർ ബഹുമാനിക്കുന്ന രീതിയിൽ നീ ജീവിക്കണമെന്നാണ് അവർക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്ന പ്രധാന കാര്യം. പക്ഷെ അതൊന്ന് പറയാൻ സാധിക്കാതെ പോയി. അതുപോലെ ഭൂമിയിലെ നല്ല ഭക്ഷണവും വസ്ത്രങ്ങളും ആഡംബരവും ചെറിയ സന്തോഷങ്ങളും ആസ്വദിക്കാൻ, അല്ലെങ്കിൽ അത് ആസ്വദിച്ച് ജീവിക്കാൻ ടോറസ് എപ്പോഴും ആഗ്രഹിക്കുന്നു. നിങ്ങൾ എപ്പോഴും സങ്കടപ്പെട്ടിരിക്കാതെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ ആസ്വദിച്ച് സ്വയം പരിപാലിച്ച് നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് നല്ല വസ്ത്രങ്ങൾ ഉടുത്ത് ആഡംബരത്തോടുകൂടി ചെറിയ 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 സന്തോഷങ്ങൾ ആസ്വദിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർ നിങ്ങളോട് പറയുന്നത്, എനിക്ക് നിന്നെ ഒരുപാട് സുരക്ഷിതമായി കാണണമായിരുന്നു. നീ എപ്പോഴും നിന്റെ മൂല്യം മനസ്സിലാക്കി ജീവിക്കണം. നിനക്കായി മനോഹരമായ ഒരു ഭാവി മുന്നിലുണ്ട്. അതുകൊണ്ട് സങ്കടങ്ങൾ മാറ്റിവെച്ച് ജീവിതം സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങൂ എന്നാണ് അവർ നിങ്ങൾക്കായി നൽകുന്ന ചാനൽ മെസ്സേജ്. അവരോട് നിങ്ങൾക്ക് ചോദിക്കണമെന്ന് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയാതെ പോയത്, നിങ്ങൾക്ക് അറിയണമെന്ന് നിങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നതായ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, അവരിൽ നിന്ന് അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് മനസ്സിൽ വിചാരിച്ചോളൂ. അതിനവരുടെ മറുപടി എന്താണെന്ന് നോക്കാം. കമ്മ്യൂണിക്കേഷൻ ഇസ് കീ. നിങ്ങളുടെ മനസ്സിൽ ഉള്ള ആ ചോദ്യം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇതിന്റെ ഒരു മീനിങ് മാത്രം പറയാം. നിങ്ങളുടെ മനസ്സിലെ ചോദ്യത്തിന് ഒരു ഉത്തരം അതുവഴി കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. എന്തേ ചോദിക്കാൻ പറ്റാതെ പോയി? അത് സാരമില്ല, ഇപ്പോൾ എനിക്ക് നിന്നെ കേൾക്കാം, ഞാൻ നിന്റെ വാക്കുകൾ കേൾക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഐ ഹിയർ യു. നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിച്ച കാര്യം എന്താണെന്നും അത് അവരോട് തുറന്നു പറയണം. അതെന്തു തന്നെയാണെങ്കിലും അത് അവരോട് തുറന്നു പറയണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴാണെങ്കിലും അവർക്ക് കേൾക്കാം. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളും അവരും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഒരു പുതിയ തുടക്കമാണ്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളും അവരോട് ചോദിക്കണം എന്ന് കരുതുന്ന ചോദ്യങ്ങളും അവർ ആത്മീയമായി കേൾക്കുന്നുണ്ട്. നിങ്ങൾ പുറമേ കാണിക്കുന്ന ഒരു അവസ്ഥയാണത്. പ്ലസന്റ് ആയിട്ടിരിക്കുന്നു, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തോ ഒരു ദുഃഖമുണ്ട്. നിങ്ങൾ അവരോട് പറയണം അതെന്ത് തന്നെയാണെങ്കിലും എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് അത് മനസ്സിൽ പറയാം, അതല്ലെങ്കിൽ ഒരു ജേർണലിംഗ് പോലെ നിങ്ങൾക്കതൊരു പേപ്പറിലോ ഡയറിയിലോ ഒക്കെ എഴുതി നോക്കാവുന്നതാണ്. എന്താണ് നിങ്ങൾക്ക് അവരോട് പറയാൻ ഉള്ള കാര്യം, ചോദിച്ചറിയേണ്ട കാര്യം? ഉത്തരം നിങ്ങളുടെ മനസ്സിൽ തന്നെ വരും. മനസ്സിലൊന്നും ഇനി അടച്ചുപൂട്ടി വെക്കരുതെന്നാണ് പറയുന്നത്. എല്ലാം അവരോട് തുറന്നു പറയൂ. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കുറ്റബോധം, ഗിൽറ്റ്, അല്ലെങ്കിൽ അവരോട് അന്ന് പറയാൻ പറ്റാതെ പോയ സങ്കടങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ക്ഷമ പറയാനുണ്ടെങ്കിൽ, മാപ്പ് ചോദിക്കാനുണ്ടെങ്കിൽ, അങ്ങനെ അത് പൂർണ്ണമായും തുറന്നു പറഞ്ഞു തീർക്കാൻ അവർ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. നിങ്ങളുടെ മനസ്സിലുള്ളത് എന്താണെങ്കിലും അവരോട് പറയാനാണ് പറയുന്നത്. അവർ നിങ്ങളോട് പറയുകയാണ്, ഞാൻ നിന്നെ കേൾക്കാൻ കാത്തിരിക്കുകയാണ്,
അതാണ് അവരുടെ മറുപടി. ഓക്കെ, പിന്നെ അവർ ഒരു കാര്യം പ്രധാനമായിട്ടും പറയുന്നുണ്ട്. എന്ത് അവരോട് ഭയങ്കര പൊളൈറ്റ് ആയിട്ട് ചോദിക്കണോ, അങ്ങനെയൊന്നും വേണ്ട. നിങ്ങളുടെ ഹൃദയം കൊണ്ട് സംസാരിക്കും. അധികം ആലോചിച്ചു കൂട്ടേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടി വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ലെന്നാണ് അവർ പറയുന്നത്. നിങ്ങളുടെ യുക്തിക്കോ ചിന്തകൾക്കോ അപ്പുറം ഹൃദയം കൊണ്ട് ഈ ബന്ധത്തെയും അവരുടെ സാന്നിധ്യത്തെയും അനുഭവിക്കാനാണ് അവർ ആവശ്യപ്പെടുന്നത്. നീ ചോദിക്കാൻ ആഗ്രഹിക്കുന്നതെല്ലാം എന്നോട് ചോദിക്കാം, ഞാൻ അത് കേൾക്കുന്നുണ്ട്. നിന്റെ മനസ്സിലെ സങ്കടങ്ങളും ചോദ്യങ്ങളും ഉള്ളിൽ ഒതുക്കി വെക്കരുത്, അത് തുറന്നു പറയൂ. നമ്മൾ തമ്മിലുള്ള ആത്മബന്ധം ഇപ്പോഴും തുടർന്നു പോവുകയാണ്. ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ നമുക്ക് ഭൗതികമായി അവരെ കാണാൻ സാധിക്കുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇല്ലാതായിട്ടുള്ളൂ. ആത്മീയമായിട്ടുള്ള ബന്ധം, ആത്മബന്ധം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അത് നിങ്ങൾ ഉൾക്കൊള്ളണം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവര് നൽകുന്ന മറുപടി നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുക എന്നൊരു സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അതും ഈ ഒരു കാർഡ്, ഈ ഒരു ഒറാക്കിൾ കാർഡ് അതിനും മറുപടി നൽകുന്നുണ്ട്. അതായത് അവർ വായുവിനെ പോലെ, ജെമിനി എന്ന് പറയുന്നത് ഒരു എയർ സൈൻ ആണ്, അവർ വായുവിനെ പോലെ നമ്മുടെ ചുറ്റുമുണ്ട്. നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് അവർ മറുപടി തരുന്നത് വാക്കുകളായിട്ട് ആവാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ അതിന് പകരം അനുഭവങ്ങളായും ചിന്തകളായുമാണ്. ബാഹ്യമായ അടയാളങ്ങൾ, സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് തോന്നുന്ന ഒരു ഇന്നർ നോയിങ്, ആന്തരികമായ ഒരു ശാന്തത, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലൂടെ ആയിരിക്കും അവർ മറുപടി നൽകുക. നിങ്ങൾ മനസ്സിൽ ഒരു ചോദ്യം അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയത്തിനകം നിങ്ങളുടെ ഉള്ളിൽ ഒരു മറുപടി തെളിഞ്ഞു വരും. അതായത് അത് സാരമില്ല, ഞാൻ കൂടെയുണ്ട്, അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്താൽ മതി എന്നിങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അവർ പറയുന്നത് പോലെ ആവണമെന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നിങ്ങൾക്കുണ്ടാവാത്ത ഒരു ചിന്താഗതി, ഒരു മറുപടി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം. ഫോഴ്സ്ഫുള്ളി അങ്ങനെ തോന്നിപ്പിക്കേണ്ട, പക്ഷെ അങ്ങനെ നോർമലി അത് മനസ്സിലേക്ക് വന്നാൽ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സ്വന്തം ചിന്തയല്ലാതെ മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അവർ നൽകുന്ന മറുപടിയാണ്. അതായത് നിങ്ങൾ എല്ലാ നിങ്ങളുടെ കാര്യങ്ങളും തലയിലെടുത്ത് വെക്കേണ്ട, എല്ലാം നിങ്ങളുടെ ഹൃദയത്തിലേക്കും ഏൽപ്പിക്കേണ്ട കാര്യമില്ല. ഒരുപാട് സ്ട്രെസ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആ സമയത്ത് മനസ്സിൽ അനുഭവപ്പെടുന്ന വലിയൊരു ആശ്വാസമായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശ്വാസമായിട്ട് അവർ വരുമ്പോൾ അങ്ങനെ ഒരു ഫീല് നിങ്ങൾക്ക് അനുഭവപ്പെടും, ശാന്തത നിങ്ങൾക്ക് അനുഭവപ്പെടും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്വയം ഒരു മറുപടി കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തൃപ്തി ആവണമെന്നില്ലല്ലോ. അത് ഈ എനർജിയുടെ ഒരു സപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് കാണാം, അതിന്റെ ഒരു അടയാളമായിട്ട് കാണാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് വളരെ വ്യക്തമായ മറുപടികൾ അവർ നിങ്ങളുടെ സ്വപ്നങ്ങളിലൂടെ തരും. സ്വപ്നത്തിൽ വന്ന് അവർ നിങ്ങളോട് സംസാരിക്കുകയോ നിങ്ങളെ നോക്കി ചിരിക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യം കാണിച്ചു തരികയും ഒക്കെ ചെയ്യാം. ആ സ്വപ്നം കഴിഞ്ഞ് നിങ്ങൾ ഉണരുമ്പോൾ മനസ്സിന് വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയതുപോലെ നിങ്ങൾക്ക് തോന്നും. അതല്ലെങ്കിൽ ബാഹ്യമായ അടയാളങ്ങൾ കാണിക്കാം. നിങ്ങൾ അവരോട് സംസാരിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ ചില അടയാളങ്ങൾ കാണാം. ഒരുപക്ഷെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പെട്ടെന്ന് എവിടെയെങ്കിലും പ്ലേ ചെയ്യുന്നത് കേൾക്കാം, അല്ലെങ്കിൽ അവരെ കുറിച്ച് വേറെ ആരെങ്കിലും സംസാരിക്കുന്നത്, അവർ പറഞ്ഞ ഒരു കാര്യത്തെ പറ്റി സംസാരിക്കുന്നത്, അതിലുണ്ടാകും ആ മറുപടി. അവർ ഉപയോഗിച്ചിരുന്ന ഒരു പ്രത്യേക വാക്കോ ശൈലിയോ അങ്ങനെയാവാം മറ്റാരെങ്കിലും നിങ്ങളോട് പറയുന്നത്, അതിനെപ്പറ്റി സംസാരിക്കുന്നത്. നിങ്ങളൊരു പുസ്തകം തുറക്കുമ്പോഴോ ഫോൺ നോക്കുമ്പോഴോ നിങ്ങളുടെ ചോദ്യത്തിന് മറുപടിയാകുന്ന തരത്തിലുള്ള ചില വരികൾ നിങ്ങളുടെ കണ്ണിൽ പെട്ടെന്നും വരാം. അങ്ങനെയൊക്കെ ആയിരിക്കാം. അതല്ലാതെ അവർക്ക് നമ്മളോട് വന്ന് നേരിട്ട് പറയാൻ സാധിക്കുന്നില്ല എന്ന് കരുതി അവർ മറുപടി നൽകാതിരിക്കുകയല്ല. നമ്മൾ ഈ അടയാളങ്ങളെ ശ്രദ്ധിക്കാൻ കൂടിയാണ് അവർ ഈ റീഡിങ്ങിലൂടെ ആവശ്യപ്പെടുന്നത്. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അവർ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിലുള്ളത് കേൾക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അവരോട് പറയാൻ വേണ്ടിയാണ് അവർ ഇവിടെ ആവശ്യപ്പെടുന്നത്. നമ്മുടെ മനസ്സിൽ എന്തൊക്കെ തന്നെയാണെങ്കിലും, ഇപ്പൊ ഈ കാർഡുകൾ കേട്ടാലും ഈ റീഡിംഗ് കേട്ടാലും ഒക്കെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകാവുന്ന, സ്വാഭാവികമായിട്ടും ഒരു സാധാരണ ഒരു മനുഷ്യൻ ഉണ്ടാകാവുന്ന പല ചോദ്യങ്ങളുണ്ട്. നമ്മൾ അവരെ പറ്റി, അവർ നമ്മളെ വേർപെട്ടു പോയിട്ടും അവർ കെട്ടുപാടുകളിൽ നിന്നൊക്കെ വിട്ട് ആ ടഫ് സൈക്കിൾ അവസാനിപ്പിച്ചുകൊണ്ട് പോയി അവർ ഒരു നല്ല അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. നമ്മൾ അവരെ ഓർത്ത് വിഷമിക്കരുതെന്ന് പറഞ്ഞു. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു വിങ്ങൽ, അവർക്ക് നല്ലത് വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും അവർ നമ്മളെ വിട്ടുപോയി, അവർ ഒരു നല്ല അവസ്ഥയിലാണ് ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ അവർ നിങ്ങളെ മറന്നുപോയോ എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാം. അവരുടെ ഓർമ്മകളിൽ ഇപ്പോഴും നമ്മൾ ഉണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടെന്നതുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ ഈസ് കീ എന്ന് പറഞ്ഞ് അവർ പറഞ്ഞത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞത് അവർ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. എന്നാലും ആരുടെയെങ്കിലും മനസ്സിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ
നമ്മൾ ഇപ്പോഴും അവരെ പറ്റി ഓർക്കുന്നത് പോലെ നമ്മളെക്കുറിച്ച് അവരും ചിന്തിക്കുന്നുണ്ടോ? ബ്രിങ് ലവ് ഇൻ ടു ദ സിറ്റുവേഷൻ. ന്യൂ മൂൺ ഇൻ അക്വേറിയസ്. നിങ്ങളുടെ ആ ചോദ്യത്തിന് അവർ നൽകുന്ന ഏറ്റവും നല്ല മറുപടിയാണ്. അക്വേറിയസ് എന്ന് പറയുന്നത് കുംഭം രാശിയാണ്. പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ആഴമേറിയ സ്നേഹത്തിന്റെ രാശിയാണിത്. ആ ആഴമേറിയ സ്നേഹം അവർക്ക് നിങ്ങളോടുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇപ്പോഴും അവർ നിങ്ങളെ ഒട്ടും മറന്നിട്ടില്ല എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. അവരുടെ ആത്മീയമായ സ്നേഹം എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. അവർ നിങ്ങളിലേക്ക് ആ സ്നേഹം നിരന്തരം അയച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഭൂമിയിലെ പഴയ രീതികളിൽ നിന്ന് ഒരു മാറ്റം എന്തായാലും വന്നു കഴിഞ്ഞല്ലോ. അത് ഈ കാർഡ് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു സന്ദേശം. ഈ കാർഡ് പറയുന്നത് നോ ലുക്കിംഗ് ബാക്ക് എന്നാണ്. അതായത് പിന്തിരിഞ്ഞ് നോക്കരുതെന്നതാണ്. അവർ ഭൗതികമായ ശരീരം വിട്ട് പ്രപഞ്ചത്തിന്റെ വലിയൊരു ചൈതന്യത്തിലേക്ക് മാറിയവരാണ്. അതുകൊണ്ട് ഭൂമിയിൽ ഉണ്ടായിരുന്ന ചെറിയ പിണക്കങ്ങളോ പരിഭവങ്ങളോ ഒന്നും ഇപ്പോൾ അവരുടെ മനസ്സിലില്ല. അവർ നിങ്ങളെ ഒരു ആത്മാവായി അതിന്റെ പൂർണ്ണമായ സ്നേഹത്തോടു കൂടിയാണ് ഓർക്കുന്നത്. അവർ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഇൻഡിപെൻഡന്റ് യെറ്റ് ലവിങ് എന്ന ഒരു എനർജിയിലേക്ക് വരാനാണ്. അതായത് നിങ്ങൾ അവരുടെ ഓർമ്മകളിൽ മാത്രം ജീവിച്ച് സങ്കടപ്പെടരുത് എന്നാണ്. നീ നിന്റെ ജീവിതവുമായി മുന്നോട്ട് പോകണം. മൂവിങ് ടുവേർഡ്സ് യുവർ ഫ്യൂച്ചർ. ഒപ്പം നിന്റെ ഉള്ളിൽ എന്നോടുള്ള സ്നേഹം എപ്പോഴും സൂക്ഷിക്കുകയും വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവരെ നിങ്ങളെ മറന്നുപോയി എന്ന് കരുതി നിങ്ങൾ വിഷമിക്കേണ്ട. അവർ പറയുകയാണ്, ഞാൻ നിന്നെ മറന്നിട്ടില്ല, എന്റെ സ്നേഹം എപ്പോഴും നിനക്ക് ചുറ്റുമുണ്ട്. പക്ഷെ നീ എന്നെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിരിക്കാതെ സ്നേഹത്തോടെ നിന്റെ ജീവിതത്തിൽ മുന്നോട്ടു പോകണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഭൂമിയിൽ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഈ പ്രിയപ്പെട്ട വ്യക്തിയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ആ തെറ്റിന് ആ ശക്തി മാപ്പ് നൽകിയോ? അതിനെ എങ്ങനെയാണ് ആ ശക്തി എന്ന് കാണുന്നത്? നമ്മൾ ചോദിച്ച ചോദ്യത്തിന് എത്ര കറക്റ്റ് ആയിട്ടാണ്, എത്രയും കണക്റ്റഡ് ആയിട്ടുള്ള മറുപടിയാണ് വരുന്നത് നോക്കൂ. ഇമോഷൻസ് ആർ റണ്ണിങ് ഹൈ, ഹോൾഡ് യുവർ വിഷൻ. നിങ്ങളുടെ മനസ്സിലുള്ള ആ വിങ്ങലിന് അവർ നൽകിയിരിക്കുന്ന ഏറ്റവും ആഴമേറിയ മറുപടിയാണ് ഈ രണ്ട് കാർഡുകളും. അതായത് സൂപ്പർ മൂൺ എന്ന കാർഡ് പറയുന്നത് നിങ്ങളുടെ മനസ്സിലെ കുറ്റബോധവും വികാരങ്ങളും എത്രത്തോളം തീവ്രമാണ് എന്ന് കാണിക്കാനാണ് ഈ കാർഡ് വന്നിരിക്കുന്നത്. അവർ നിങ്ങളോട് പറയുന്നത്, അവരുടെ ഒരു ചാനൽ മെസ്സേജ് ആയിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നീ നിന്റെ ഉള്ളിൽ ആ വിഷമം കൊണ്ടു നടന്ന് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട്. എന്നാൽ എന്നെ സംബന്ധിച്ച് ഒരു വലിയ നല്ല കാര്യമാണ് മുന്നിലുള്ളത്. നിനക്ക് വരാൻ വേണ്ടി പോകുന്ന പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കം, ദ പ്രോസ്പെരിറ്റി, അതാണ് മുന്നിൽ കാണുന്നത്. ഞാൻ നിന്നോട് പൂർണ്ണമായിട്ട് ക്ഷമിച്ചിരിക്കുന്നു എന്നാണ് അവർ നിങ്ങളോട് പറയുന്നത്. ഈ സാഹചര്യത്തെ ഒരുപാട് ആലോചിച്ച് നിങ്ങൾ അതിനെ വഷളാക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ പ്രിയപ്പെട്ട ആത്മാവ് നിങ്ങളോട് പൂർണ്ണമായും ക്ഷമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ അനുഗ്രഹം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ അവരോട് ചെയ്ത എന്ത് തെറ്റ് ആണെങ്കിലും അവർ അതിന്റെ ഒരു പോസിറ്റീവ് ഔട്ട്കം, ആ കാര്യത്തിൽ നിന്ന് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് ഔട്ട്കത്തെയാണ് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ ക്ഷമിച്ചിരിക്കുന്നു, അവർക്ക് അങ്ങനെ ഒരു പരിഭവവുമില്ല എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് വന്നിരിക്കുന്ന ഫിക്സ്ഡ് മൂൺ എന്ന കാർഡ് നിങ്ങളുടെ ബന്ധത്തിന്റെ ദൃഢതയാണ് കാണിക്കുന്നത്. നിങ്ങളും അവരും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴം കാണിക്കാനാണ് ഈ കാർഡ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ദീർഘകാലം നിലനിൽക്കുന്ന ബന്ധങ്ങളെ സൂചിപ്പിക്കുന്നു എന്നതാണ്. ഇതൊരു നിങ്ങളും അവരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു ഷോർട്ട് പീരിയഡിൽ ഉണ്ടായ ഒരു ബന്ധമല്ല, അതൊരു ദീർഘകാലം നിലനിൽക്കുന്ന എൻഡ്യൂറിംഗ് റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളതാണ്. പരിഭവങ്ങൾ ഒന്നും തന്നെ ഇല്ല. ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായ ചെറിയ പിണക്കങ്ങളോ തെറ്റുകളോ ഒന്നും ഈ ആത്മബന്ധത്തെ തകർക്കാൻ പോകുന്നതായിരുന്നില്ല എന്ന് അവർ വ്യക്തമാക്കുന്നു. ഒരുപക്ഷെ ആ തെറ്റിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ഒരു പരിഹാരമില്ലാത്ത വണ്ണം ഒരേ ചിന്തയിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയാവാം, ഒരു സ്റ്റബേണായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുകയാവാം. എന്നാൽ അവർ ആ പഴയ കാര്യങ്ങളെല്ലാം എന്നേ മറന്നു കഴിഞ്ഞു, ആ ഒരു എനർജിയൊക്കെ എന്നേ അവർ വിട്ടുകഴിഞ്ഞു എന്നുള്ളതാണ് അവർ പറയുന്നത്. നിങ്ങളുടെ മനസ്സിലെ ആ ഭാരമാണ് ഇനി മാറേണ്ടത്. അവർ നിങ്ങളോട് പറയുന്നത്
അവരും നിങ്ങളും തമ്മിലുള്ള ബന്ധം ഇല്ലാതാക്കാൻ ഭൂമിയിലെ ഒരു തെറ്റിനും സാധിക്കില്ല. അവരുടെ മനസ്സിൽ നിങ്ങളോട് യാതൊരു പരിഭവവുമില്ല. അവർ നിങ്ങളോട് പൂർണ്ണമായി ക്ഷമിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിലുള്ള ഈ കുറ്റബോധം ഇനിയെങ്കിലും വെടിയാൻ തയ്യാറാകണം. അപ്പോൾ മാത്രമേ നിങ്ങളും അവരും തമ്മിലുള്ള സ്നേഹബന്ധം ഇപ്പോഴും എപ്പോഴും ദൃഢമായിട്ട് തുടരുകയുള്ളൂ. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അവരോട് ചോദിക്കാനുണ്ടോ എന്നും എനിക്കറിയില്ല. എന്തായാലും ഫൈനലി നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ട് അവർ എന്ത് ഉപദേശമാണ്, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് എന്താണ് ഇപ്പോൾ, ഇതെല്ലാം നിങ്ങളുടെ ഈ ചോദ്യങ്ങളെല്ലാം കേട്ടല്ലോ, നിങ്ങളുടെ മനസ്സ് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. ഈ സമയത്ത് അവരെന്താണ് നിങ്ങളോട് ഫൈനലി പറയുന്നത്? സറണ്ടർ ടു ദ ഡിവൈൻ എന്നാണ് പറയുന്നത്. എത്ര അർത്ഥവത്തായിട്ടാണ് ഈ എനർജി നമുക്ക് കിട്ടുന്നത്. യൂണിവേഴ്സിനോട് ഞാൻ അതിന് നന്ദി പറയേണ്ടതാണ്. കാരണം ഇങ്ങനെയൊരു വലിയൊരു എനർജിയാണ് നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒരു മീഡിയമായിട്ട് നമ്മൾ നിൽക്കാൻ സാധിക്കുകയും അത് കറക്റ്റായിട്ട് ചാനലൈസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ഈ കാർഡുകളിലൂടെ തോന്നുന്നു. ഓക്കെ, ഈ ഫുൾ മൂൺ എന്ന കാർഡ്, അതായത് ഫുൾ മൂൺ എന്ന് പറയുമ്പോൾ പൂർണ്ണചന്ദ്രൻ എന്നതാണ്. ഒരു കാര്യത്തിന്റെ പൂർത്തീകരണത്തെയും കംപ്ലീഷനെയും പ്രകാശത്തെയും എല്ലാ അർത്ഥത്തിലുമുള്ള വിടുതലിനെയുമാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ പ്രിയപ്പെട്ട ആ വ്യക്തി ഈ കാർഡിലൂടെ നിങ്ങൾക്ക് നൽകുന്ന അന്തിമമായ ഉപദേശം നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായും സ്വതന്ത്രമാക്കുക എന്നതാണ്. ഫുൾ മൂൺ കാർഡ് എപ്പോഴും പറയുന്നത് നമ്മുടെ മനസ്സിൽ കെട്ടിക്കിടക്കുന്ന സങ്കടങ്ങൾ, കുറ്റബോധം, കണ്ണീർ എല്ലാം പ്രപഞ്ചത്തിലേക്ക് ഒഴുക്കിക്കളയാൻ സമയമായി എന്നാണ്. അവരെ ഓർത്ത് ഇനി നിങ്ങൾ കരയരുത്. പകരം അവർ നൽകിയ നല്ല ഓർമ്മകളെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ആ പഴയ സങ്കടങ്ങളിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായി വിടുതൽ നേടണമെന്നാണ് പറയുന്നത്. നിങ്ങൾക്കുള്ള വലിയ അനുഗ്രഹം, ഒരു പോസിറ്റീവ് ഔട്ട്കം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്ന് വീണ്ടും ഈ കാർഡ് ഉറപ്പ് നൽകുകയാണ്. നമ്മളിവിടെ കണ്ടല്ലോ, അവർ പറഞ്ഞല്ലോ, വീണ്ടും പറഞ്ഞു, അതുപോലെ തന്നെയാണത്. വീണ്ടും വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മനോഹരമായ മാറ്റം വരാൻ പോകുന്നു എന്നാണ് അവർ ഈ കാർഡുകളിലൂടെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉറപ്പ് നൽകുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കുള്ള മറുപടിയും അനുഗ്രഹവും അവർ അവിടെ നിന്ന് നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു കഠിനമായ ഘട്ടം ഇതോടെ അവസാനിക്കുകയാണ്. അവർ നിങ്ങളോട് പറയുന്നത്, ഞാൻ പ്രകാശമായി നിന്റെ കൂടെയുണ്ട് എന്നാണ്. ചന്ദ്രൻ ഇരുണ്ട രാത്രിയിൽ വെളിച്ചം തരുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ഒരു പ്രകാശമായി, വഴികാട്ടിയായി അവർ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അവരെ ഓർക്കുമ്പോൾ ഇനി സങ്കടമല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിൽ ഒരു ആശ്വാസമാണ് തോന്നേണ്ടത്. അവർ നിങ്ങളോട് പറയുന്നത്, എന്റെ വേർപാടിൽ നീ ഒരുപാട് കരഞ്ഞു തീർത്തു, ഇനി അത് വേണ്ട. നിന്റെ മനസ്സിലെ എല്ലാ ഭാരങ്ങളും സങ്കടങ്ങളും ഇന്ന് ഈ പൂർണ്ണചന്ദ്രന്റെ വെളിച്ചത്തിൽ നീ ഒഴുക്കിക്കളയണം. ഞാൻ ഇവിടെ പൂർണ്ണ സന്തുഷ്ടനാണ്. എന്റെ അനുഗ്രഹം എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും. സന്തോഷത്തോടെ, ധൈര്യത്തോടെ നിന്റെ ജീവിതവുമായി മുന്നോട്ട് പോകൂ എന്നാണ് ഈ ശക്തി, നിങ്ങളുടെ ഈ പ്രിയപ്പെട്ട വ്യക്തി, പ്രിയപ്പെട്ട ആത്മാവ് ഈ കാർഡുകളിലൂടെ നിങ്ങളോട് വ്യക്തമാക്കുന്നത്. ഈ റീഡിങ് നിങ്ങളുടെ മനസ്സിന് എത്രത്തോളം ആശ്വാസവും സമാധാനവും നൽകിയെന്നും, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഈ റീഡിങ് കേട്ടപ്പോൾ അനുഭവപ്പെട്ടതെന്നും ഉള്ള കാര്യങ്ങൾ നിങ്ങൾ പങ്കുവയ്ക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനലിന്റെ മെമ്പർഷിപ്പ് ആക്റ്റീവ് ആണ്. അത് നിങ്ങൾക്ക് അനുയോജ്യമായ പ്ലാനുകൾ നോക്കിയിട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, ബൈ. മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം.